ലോകത്തിൽ ഇന്നേവരെ നടന്നിട്ടുള്ള യുദ്ധങ്ങളുടെ കണക്ക് നോക്കിയാൽ ശക്തന്മാരാണ് എല്ലായ്പ്പോഴും വിജയിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു ചെറിയ രാജ്യത്തിന് മുന്നിൽ ഒരു മഹാശക്തി മുട്ടുമടക്കിയ ഒരു കഥയുമുണ്ട്. 20 വർഷമാണ് ആ മഹായുദ്ധം നീണ്ടു നിന്നത്. 1955 മുതൽ 75 വരെ നടന്ന വിയറ്റ്നാം യുദ്ധം ലോക ചരിത്രത്തിലെ ഏറ്റവും അവിശ്വസനീയമായ പോരാട്ടങ്ങളിൽ ഒന്നാണത്. ലോകത്തിലെ പ്രബല ശക്തിയായ അമേരിക്കയെ വിയറ്റ്നാം എന്ന കൊച്ചു രാജ്യം മുട്ടുകുത്തിച്ച കഥ കൂടിയാണത്. വിയറ്റ്നാം ഒരു കാലത്ത് ഫ്രാൻസിന്റെ കോളനിയായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഹോച്ചിമിൻ എന്ന കരുത്തനായ നേതാവിന്റെ കീഴിൽ വിയറ്റ്നാം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. എന്നാൽ ഫ്രാൻസ് ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. തുടർന്നുണ്ടായ പോരാട്ടത്തിൽ ഫ്രാൻസ് ദയനീയമായി തോൽക്കുകയും ചെയ്തു. അതോടെ വിയറ്റ്നാമിന്റെ വടക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലും തെക്ക് അമേരിക്കൻ പിന്തുണയുള്ള ഭരണത്തിലും രണ്ടായി വിഭജിക്കുകയായിരുന്നു. കമ്മ്യൂണിസം പടരുന്നത് തടയാൻ എക്കാലത്തും ശ്രമിക്കുന്നവരാണ് അമേരിക്ക. അങ്ങനെ 1955 വിയറ്റ്നാമിന്റെ മണ്ണിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. തെക്കൻ വിയറ്റ്നാമിനെ സഹായിക്കാനായി അമേരിക്ക നേരിട്ട് അവരുടെ സൈന്യത്തെ അയച്ചതോടെ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. കാര്യമായ ആയുധങ്ങൾ അല്ലെങ്കിൽ സൈനിക താവളങ്ങളോ ഒന്നും വിയറ്റ്നാംകാർക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അവരുടെ ആയുധം എന്നത് അവരുടെ ജനങ്ങൾ തന്നെയായിരുന്നു. അവരുടെ ഗറില്ല യുദ്ധമുറകൾ അമേരിക്കൻ സൈന്യത്തിന്റെ ഉറക്കം കെടുത്താൻ തുടങ്ങിയിരുന്നു. വിയറ്റ്നാം സൈന്യം നേരിട്ടുള്ള യുദ്ധങ്ങൾ ഒഴിവാക്കി കാടുകളിലും ചതുപ്പുകളിലും ഗ്രാമങ്ങളിലുമായി ഒളിച്ചിരുന്നു. മരങ്ങളും പുൽമേടുകളും അവർ ഒളിസങ്കേതമാക്കി. ആരെയാണ് ആക്രമിക്കേണ്ടതെന്ന് അറിയാതെ റോന്തിയിരുന്ന അമേരിക്കൻ സൈനികർ ഓരോ ചുവട് വെക്കുമ്പോഴും ഒളിവിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്നിരുന്നു. കിലോമീറ്ററോളം നീളുന്ന കൂറ്റൻ തുരങ്ക ശൃംഖലകൾ വിയറ്റ്നാംകാർ ഉണ്ടാക്കിയിരുന്നു. അവിടം അവർ വീടുകളായും ആയുധശാലകളായും ആശുപത്രികളായും ഒക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു. അമേരിക്കൻ ബോംബുകൾക്ക് തകർക്കാൻ കഴിയാത്ത ഈ തുരങ്കങ്ങളിൽ നിന്ന് അവർ പുറത്തു വന്ന് മിന്നൽ ആക്രമണം നടത്തി നിമിഷങ്ങൾക്കകം അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഈ തുരങ്കങ്ങൾക്കുള്ളിലേക്ക് കയറാൻ പോയ അമേരിക്കൻ സൈനികരിൽ പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു. കാരണം അവ വളരെ ഇടുങ്ങിയതും വിഷപ്പാമ്പുകളും കെണികളും ഒക്കെ നിറഞ്ഞതായിരുന്നു. വിയറ്റ്നാമിലെ മഴക്കാടുകൾ അവരുടെ സേനയ്ക്ക് സംരക്ഷണം നൽകി. ഹെലികോപ്റ്ററിൽ നിന്ന് നോക്കിയാൽ പോലും അവരെ കണ്ടെത്താൻ അമേരിക്കക്കാർക്ക് കഴിഞ്ഞില്ല. അവർ മണ്ണിലും ചെളിയിലും ഒളിച്ചിരുന്നു. തങ്ങളുടെ ചുറ്റുപാടുകളുമായി ലയിച്ചു ചേർന്നവരാണ് അവർ. സാധാരണ ജനങ്ങളുടെ വേഷത്തിൽ സൈനികർ ഒളിച്ചിരുന്നപ്പോൾ അമേരിക്കൻ സൈന്യത്തിന് അവരുടെ ലക്ഷ്യം കണ്ടെത്താനായില്ല. മുളകൾ ഉപയോഗിച്ചവർ നിർമ്മിച്ച കെണികൾ അമേരിക്കൻ സൈനികരുടെ പേടി സ്വപ്നമായിരുന്നു. കൂർത്ത മുളകൾ ഒളിപ്പിച്ചു വെച്ച കുഴികൾ, ശരീരത്തിൽ തുളച്ചു കയറുന്ന കൂർത്ത മരത്തടികൾ, വിഷം പുരട്ടിയ ആയുധങ്ങൾ, ഇവയെല്ലാം അമേരിക്കൻ സൈനികരുടെ മനോവീര്യം തകർത്തതായിരുന്നു. വർഷങ്ങൾ നീണ്ട ഭീകരമായ പോരാട്ടങ്ങൾക്ക് ശേഷം 1975 അമേരിക്കൻ സൈന്യം വിയറ്റ്നാമിൽ നിന്നും പിൻവാങ്ങി. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിക്ക് ഒരു ചെറിയ രാജ്യത്തോട് തോറ്റ് തലകുനിച്ച് മടങ്ങേണ്ടി വന്നു. സൈനിക ശക്തിയും ആയുധങ്ങളുടെ എണ്ണവും ഒരു യുദ്ധത്തിൽ മുൻതൂക്കം നൽകുന്നില്ല എന്ന പാഠവും അമേരിക്ക അതോടെ പഠിച്ചു. മാതൃരാജ്യത്തോടുള്ള സ്നേഹത്തിനും തങ്ങളുടെ മണ്ണിനെ പ്രതിരോധിക്കാനുള്ള ധീരതയ്ക്ക് മുന്നിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം മുട്ടുമടക്കി. വിയറ്റ്നാം യുദ്ധം മനുഷ്യന്റെ പ്രതിരോധ ശേഷിയുടെയും സ്വാതന്ത്ര്യത്തിനായുള്ള ഒരു ജനതയുടെ അടങ്ങാത്ത ദാഹത്തിന്റെയും ഉദാഹരണമായി ഇന്നും ലോക ചരിത്രത്തിൽ തെളിഞ്ഞു നിൽക്കുകയാണ്.